ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ഒരാഴ്ച മുതൽ ഇന്ന് വരെയും സോഷ്യൽ മീഡിയയിലെ ന്യൂസിലെയും പ്രധാന വാർത്തകളിലൊന്നാണിത്. ഒരു മലയാളി എന്നുള്ള രീതിയിൽ എൻ്റെ ചെറിയൊരു അഭിപ്രായമായിട്ട് മാത്രം നിങ്ങളത് കണ്ടാൽ മതി. വേറെ നിങ്ങൾ പറഞ്ഞ മാതിരി ഈ വിഷയം തുടങ്ങിയിട്ട് ഈ ബോച്ച ഹണി റോസ് വിഷയം തുടങ്ങിയിട്ട് ഒരാഴ്ച ഒന്നും ആയിട്ടില്ല. അത് നിങ്ങൾ തോന്നലാണ്. പിന്നെ ഈ വിഷയം കഴിഞ്ഞാൽ വേറെ വിഷയം വന്നാൽ ആൾക്കാർ അതിന് പോകും, അത്രേ ഉള്ളൂ. പിന്നെ ഈ ബോച്ച ഹണി റോസ് പിന്നെ ആരും സഹായിക്കില്ല, അത് ശരി. ബോച്ച പിന്നെ എല്ലാവരും സഹായിക്കുന്നുണ്ട്. ബട്ട് എല്ലാവരും സഹായിക്കുന്നുണ്ട് വിചാരിച്ചിട്ട് ഒരാളെ പറ്റി ഡബിൾ മീനിങ് പറയുക, അല്ലാണ്ട് വേണ്ടാത്ത പറയുക, അതൊക്കെ ചെയ്യാൻ പറ്റുമോ? അത് ശരിയാണ്. പിന്നെ ഏത് ഡ്രസ്സ് ഇടണ്ട ഹണി റോസാ തീരുമാനിക്കണ്ടേ, അല്ലെങ്കിൽ ഇയ്യോ ഞാനോ അല്ല. അതാദ്യം മനസ്സിലാക്കി. വേറെ ഒന്നുമല്ല, ഇന്നിപ്പോൾ ന്യൂസിൽ പറഞ്ഞൊരു കാര്യം, പരാതി കൊടുത്തിട്ടുള്ള, അതായത് പരാതിക്കാരിയായിട്ടുള്ള ഹണി റോസിനുണ്ടായ ദുരനുഭവം ഇനി വേറൊരാൾക്കും ഉണ്ടാവരുത്, അല്ലെങ്കിൽ പരാതിക്കാരിയായിട്ടുള്ള ഹണി റോസിന് ദുരനുഭവം ഉണ്ടാവരുത്. നല്ല കാര്യമാണ്. പക്ഷേ എന്നാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഒരാളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വേറൊരാൾക്കെതിരായിട്ട് സംസാരിക്കുന്നതല്ല. പക്ഷെ എന്നാലും ന്യൂസിൽ പറഞ്ഞത് നല്ല കാര്യമാണ്. ഹണി റോസ് പരാതി കൊടുത്ത് ഇനി ഹണി റോസിന് ഇങ്ങനത്തെ ദുരനുഭവം ഉണ്ടാവരുത്, അല്ലെങ്കിൽ വേറെ ആൾക്ക് ഉണ്ടാവരുത്. നല്ല കാര്യമാണ് ന്യൂസുകാർ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നിങ്ങൾ ഇടുക, ഹണി റോസിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഹണി റോസ് ഇടുക, അല്ലാണ്ട് അങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പറ്റൂല എന്ന് പറയാൻ നിങ്ങൾക്കോ എനിക്കോ അവകാശമില്ല, അതിന് റൈറ്റ് ഇല്ല. നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത്? ചോദിക്കി. ഇനി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുകയാണ്. ഇപ്പോൾ ഒരാളുടെ ഭാഗത്ത് തെറ്റുണ്ട്, മറ്റൊരാളുടെ ഭാഗത്ത് നോക്കിയാലും ഉറപ്പായിട്ടും ഉണ്ട്. കാരണം രണ്ടാൾക്കാർ, അതിൽ ഒരാൾ മറ്റൊരാൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഈ രണ്ടാൾക്കാർ പേര് പറയും, ഹണി റോസ്, ബോച്ചെ. പിന്നെ രണ്ടാൾക്കാരുടെ ഭാഗത്ത് തെറ്റുണ്ട് നിങ്ങൾ പറയണേ. എന്ത് തെറ്റി? ഹണി റോസിന്റെ ഭാഗത്ത് എന്താ തെറ്റുള്ളത്? അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അവൾ ഇട്ടു, അതെന്താ തെറ്റി? ബോച്ച ചെയ്ത് തെറ്റെന്താ പറഞ്ഞാല് ഡബിൾ മീനിങ് പറഞ്ഞ് അതിനാണ് ഉള്ളു പോയത്. അതാദ്യം മനസ്സിലാക്കി. അല്ലാണ്ട് അറിയാണ്ട് വന്ന് ന്യായീകരിക്കല്ലേ. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള ആശയങ്ങളും അവകാശങ്ങളും ഉണ്ട്. ഡ്രസ്സിങ്ങിലായിക്കോട്ടെ, ഭക്ഷണത്തിലായിക്കോട്ടെ, ആരാധനയിലായിക്കോട്ടെ, എല്ലാത്തിലും ഉണ്ട്. പക്ഷെ എന്നാലും പരാതിക്കാരി പല രീതിയിലുള്ള കണ്ടിന്യൂ ആയിട്ട് പോപ്പുലറായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഇനാഗുറേഷന് വേണ്ടിയിട്ടും ഈ കാണിക്കുന്ന പല രീതിയിലുള്ള മേക്ക് ഓവർ. മോനെ, ഞാൻ എന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ. ഹണി റോസ് അല്ലേ തീരുമാനിക്കേണ്ടി ഏത് ഡ്രസ്സ് ഇടണം, ഏത് ഡ്രസ്സ് ഇടണ്ടാന്ന്? ഹണി റോസിന്റെ വീഡിയോ കാണുക, പോവുക. ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നു പറയാ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ. അത്ര മതി. അന്റെ പ്രശ്നം എന്താ? ഹണി റോസിന്റെ ഡ്രസ്സാണ്, അല്ലെങ്കിൽ ഈ ബോച്ച പറഞ്ഞ ഡബിൾ മീനിങ് എനിക്കൊരു കുഴപ്പമില്ല. പല രീതിയിലുള്ള മേക്ക് ഓവറും ഭാവിയിൽ വരാനിരിക്കുന്ന പല ആൾക്കാർക്കും, അതായത് സെലിബ്രിറ്റീസ് ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഇത് ദോഷം ചെയ്യുന്നുള്ള ഒരു മാതൃകയായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഒരിക്കലും ഹണി റോസ് ചെയ്യുന്നതിനെതിരായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഹണി റോസിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഹണി റോസ് ഇടണ്. ആർക്ക് ദോഷം? അതും കൂടി തൊള്ളൊന്ന് പറയും. ആർക്ക് ദോഷം വരും? അതൊക്കെ നിന്റെ കാഴ്ചപ്പാടാണ്, അല്ലാണ്ടൊന്നും വേറെ നിങ്ങളൊന്നും പറയാനില്ല. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ള ആൾക്കാർക്ക് പ്രചോദനം ഉണ്ടാവുകയും അത് വരാനിരിക്കുന്ന ആൾക്കാർക്ക് ദോഷം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമാണ്. നിങ്ങളതിൽ യോജിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക, എന്തായാലും അറിയിക്കുക. ഹണി റോസിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഹണി റോസ് ഇടണ്. ഹണി റോസിന്റെ ഇൻസ്റ്റാഗ്രാമും വീഡിയോ ഇഷ്ടമുള്ളവര് ലൈക്ക് ചെയ്യുക, പോവുക. അല്ലെങ്കിൽ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിക്കണ് ഇല്ല, അല്ലാണ്ട് എടുക്കാൻ വേണ്ടി ഇടാൻ പോകണ്ട. പിന്നെ മറ്റുള്ളവർക്ക് ദോഷം വരുമെന്ന് ഈ പറയണ്. അത് നിന്റെ വീട്ടില് കച്ചറ ഉണ്ടാകുമ്പോൾ സുഖം ഉണ്ടാവില്ല, മറ്റുള്ളവരുടെ വീട്ടിൽ കച്ചറ ഉണ്ടാകുമ്പോൾ സുഖമാണ്. അതാണ് അനക്ക് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാവും എന്ന് തോന്നുന്നത്. ഈ വിദേശത്ത് പോയി നോക്കി,
അത് എത്രയോ ആൾക്കാർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, ഇട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദോഷം വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലേ? നീ പറയുന്നത് യോജിക്കുന്നില്ല. ഞാനൊരു മലയാളി എന്നതിന് എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ.